നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില പരീക്ഷകളുടെ പ്രധാന ചോദ്യങ്ങളാണ്. തിരുവനന്തപുരം LDC, ഖാദി ബോർഡ് തുടങ്ങിയ പരീക്ഷകളിലുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നായിരുന്നു ഒരു ചോദ്യം. കഥാപാത്രങ്ങളും കൃതികളും സാധാരണ ചോദിക്കാറുള്ളതാണ്. നേരത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ളത് കുറേ കൂടി പഴയ നോവലുകളിലെ കഥാപാത്രങ്ങളാണ്. ഈ പരീക്ഷയ്ക്കും അത് തന്നെയാണ് ഉണ്ടായത്. അപ്പുക്കിളി എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം, ഗുരുസാഗരം, ധർമ്മപുരാണം പോലുള്ള കൃതികളാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. OB വിജയൻ്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതാണ് അതിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസം മറ്റ് കഥാപാത്രങ്ങളാണ് രവി, മൈമുന, കോടച്ചി തുടങ്ങിയവർ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ മറ്റ് കഥാപാത്രങ്ങളാണ്. വിജയൻ്റെ അതിപ്രശസ്തമായൊരു നോവലാണ്. OB വിജയന് ഓടക്കുൾ അവാർഡ് നേടിക്കൊടുത്ത നോവൽ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഓടക്കുൾ അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ എന്നെല്ലാം വിശേഷണമുള്ളൊരു കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റ് കൃതികളിലേക്ക് നോക്കാം. ഗുരുസാഗരം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള നോവലാണ്. വിജയൻ്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള നോവലാണ്. ഇതിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതം പറയുന്നൊരു കഥയാണ്. കുഞ്ഞുണ്ണി, നിർമ്മലാനന്ദൻ, ശിവാനി, കല്യാണി, ഓൾഗ ഇവരെല്ലാമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി തന്നെയാണ് ഗുരുസാഗരവും. മറ്റൊരു ഓപ്ഷനായിരുന്നു ധർമ്മപുരാണം. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വിജയൻ രചിച്ചൊരു നോവലാണ് ധർമ്മപുരാണം. പ്രജാപതി, സിദ്ധാർത്ഥനൊക്കെ അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷനായിരുന്നത് ചെമ്മീനായിരുന്നു. തകഴിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, മലയാളികളേറെ വായിച്ചിട്ടുള്ള കടലോരം പശ്ചാത്തലമായിട്ടുള്ളൊരു നോവലാണ് ചെമ്മീൻ. പ്രശസ്ത സംവിധായകൻ രാമു കൈരട്ടിൻ്റെ സിനിമയും ആ നോവലിൻ്റെ പ്രശസ്തി കുറേ കൂടി വർദ്ധിപ്പിച്ചായിട്ട് നമുക്കറിയാം. ഇതിലെ കഥാപാത്രങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. കറുത്തമ്മ, പളനി, പഞ്ചമി, ചെമ്മങ്കുഞ്ഞി ഇതെല്ലാമാണ് ചെമ്മീനിലെ കഥാപാത്രങ്ങൾ. ചെമ്മീൻ്റെ മറ്റൊരു സവിശേഷത, ചെമ്മീനെക്കുറിച്ച് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചതായിരുന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് SL പുരം സദാനന്ദനാണ് ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചത്. നോവലെന്ന നിലയിൽ അതിൻ്റെ മറ്റൊരു സവിശേഷത, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചെമ്മീനാണ്. 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെമ്മീന് ലഭിച്ചു. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചെമ്മീനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് തകഴിയുമാണ്. താഴെ തകഴിയുടെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതിയും കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് തോട്ടിയുടെ മകൻ തകഴിയുടെ പ്രശസ്തമായ നോവലാണ്. തോട്ടികളുടെ ജീവിതം പറയുന്ന ഒരു നോവലാണ്. അതിലെ കഥാപാത്രമാണ് ചുടലമുത്തു. മറ്റൊന്ന് രണ്ടിടങ്ങഴി, കുട്ടനാട്ടിലെ കർഷകരുടെ കഥ പറയുന്ന അതിപ്രശസ്തമായ നോവലാണ് രണ്ടിടങ്ങഴി. അതിലെ കഥാപാത്രങ്ങളാണ് ചിരുത, കോരൻ, ചാത്തൻ, പുഷ്പവേലി, ചാക്കോ, വെളുത്ത ഇവരെല്ലാം രണ്ടിടങ്ങഴിയിലെ കഥാപാത്രങ്ങളാണ്. മറ്റൊരു നോവൽ അവിടെ കഥാപാത്രം കൊടുത്തിട്ടുള്ളത് അയൽക്കാരാണ്. അയൽക്കാരെന്ന നോവൽ എഴുതിയത് എല്ലാവർക്കും അറിയാവുന്ന പോലെ P. കേശവദേവാണ്. എതിർപ്പിൻ്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന കേശവദേവിൻ്റെ നോവലാണ് അയൽക്കാർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ്. അതിലെ കഥാപാത്രങ്ങളാണ് മംഗലശ്ശേരി പത്മനാഭൻ, കുഞ്ഞൻ, കുഞ്ഞുപറീത്, സുമതിയമ്മ ഇവരെല്ലാം കേശവദേവിൻ്റെ അയൽക്കാർ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. മറ്റൊന്ന്
എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു. ബഷീറാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞുപാത്തുമ്മ, നിസാർ അഹമ്മദ്, വട്ടനടിമ, ഇതെല്ലാം ബഷീറിൻ്റെ ഈ പ്രശസ്ത കൃതിയിലെ കഥാപാത്രങ്ങളാണ്. കുറച്ച് നോവലുകളും അതിലെ കഥാപാത്രങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ്. മധുരം കായിതി, ഒ വി വിജയൻ്റെ മറ്റൊരു നോവലാണ് മധുരം കായിതി. അതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒ വി വിജയൻ രചിച്ച പാരിസ്ഥിതിക നോവൽ എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്, മധുരം കായിതിയാണ്. ആൽമരവും സുകന്യയും കഥാപാത്രങ്ങളായിട്ട് വരുന്നൊരു നോവൽ കൂടിയാണത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് മിഥോളജിയും ഇക്കോളജിയും സമന്വയിപ്പിച്ച് വിജയൻ രചിച്ചൊരു നോവലെന്ന് കൂടി മധുരം കായിതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയൻ്റെ മറ്റൊരു നോവലാണ് പ്രവാചകൻ്റെ വഴി. നാരായൺ, അതിലെ കഥാപാത്രമാണ് നാരായണൻ, പ്രവാചകൻ്റെ വഴി. മറ്റൊന്നാണ് തലമുറകൾ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ കഥ പറയുന്ന നോവൽ എന്നൊക്കെ തലമുറകളെക്കുറിച്ച് വിശേഷണമുണ്ട്. അതിലെ കഥാപാത്രമാണ് ചാമിയാരപ്പൻ. അതും ചോദ്യമുള്ളതാണ്. ചാമിയാരപ്പൻ കഥാപാത്രമായ മലയാള നോവൽ എന്നൊരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ളതാണത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ചെറുകഥയാണ് കടൽ തീരത്ത്. വെള്ളായപ്പൻ കഥാപാത്രമായ കൃതി എന്നൊക്കെ ചോദ്യമുള്ളത് തന്നെയാണ്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്നാണ് കടൽ തീരത്ത്. താഴെയുള്ളത് മുത്തശ്ശി എന്ന നോവൽ ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ നോവലാണ് മുത്തശ്ശി. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് അത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളിലൊന്നെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് മുത്തശ്ശി. കഥാപാത്രങ്ങളാണ് നാണി, കുട്ടപ്പൻ നായർ, കുഞ്ഞനെഴുത്തച്ഛൻ, ഇതെല്ലാം മുത്തശ്ശിയിലെ കഥാപാത്രങ്ങളാണ്. മുത്തശ്ശിയുടെ മറ്റൊരു സവിശേഷതയോട് പറയുന്നത് മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ രൂപപ്പെടലും അതിൻ്റെ വളർച്ചയും അക്കാലത്തെ രാഷ്ട്രീയ സംഭവങ്ങളുമെല്ലാം വിശദീകരിക്കുന്ന ഒരു നോവലായിട്ടും മുത്തശ്ശിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന് താഴെയുള്ളതാണ് അഗ്നിസാക്ഷി. തങ്കം, തേതിക്കുട്ടി, ദേവകി മാനമ്പിള്ളി, ദേവി ബഹൻ, ഇത് ഒരു കഥാപാത്രം തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പല പേരുകൾ അറിയപ്പെടുകയാണ് വരുന്നത്. അഗ്നിസാക്ഷിയുടെ സവിശേഷത അറിയാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഈ നോവലാണ്. പ്രശസ്തമായ വയലാർ അവാർഡ്, ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് 1977 വയലാർ അവാർഡ് ലഭിക്കുന്നത്. ആ വർഷം തന്നെ അതിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. അങ്ങനെ ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ വനിത എന്നൊരു വിശേഷണം കൂടി ലളിതാംബിക അന്തർജനത്തിനുണ്ട്. കൃതി അഗ്നിസാക്ഷി തന്നെയാണ്. മറ്റൊന്നാണ് ഉമ്മാച്ചു. നമുക്കറിയാം, ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെയാണ് ഉമ്മാച്ചു. അതിപ്രശസ്തമായിട്ടുള്ള നോവലാണ്. മായൻ, ബീരാൻ, ചാപ്പുണ്ണി നായർ, അഹമ്മദുണ്ണി, ഇതെല്ലാം ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ്. അതിന് താഴെയുള്ളതാണ് തട്ടകം. കോവിലൻ്റെ നോവലാണ് തട്ടകം. കോവിലനെ നമുക്കറിയാം, മലയാളത്തിലെ പട്ടാളക്കാധികർ എന്നറിയപ്പെടുന്നവരാണ് കോവിലൻ. അതുപോലെ തന്നെ നന്ദനാർ, പാറപ്പുറത്ത്, ഇവരെല്ലാം പട്ടാളക്കാധികരാണ്. കോവിലിൻ്റെയൊക്കെ കഥകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും പലപ്പോഴും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. VV അയ്യപ്പൻ എന്നാണ് കോവിലിൻ്റെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നന്ദനാറും നമുക്കറിയാവുന്നതാണ്. PC ഗോപാലൻ, നന്ദനാർ, പാറപ്പുറത്ത് KE മത്തായി, ഇവരുടെയൊക്കെ തുലികാനാമങ്ങളാണ്. ശരിയായ പേരെപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുക. തട്ടകം ഇദ്ദേഹത്തിൻ്റെ, കോവിലൻ്റെ അതിപ്രശസ്തമായിട്ടൊരു നോവലാണ്. ഉണ്ണീരിക്കുട്ടി, കമ്മളൂട്ടി, അപ്പുക്കുട്ടൻ, ഇവരൊക്കെയാണ് കഥാപാത്രങ്ങളായി വരുന്നത്. പിന്നെ വരുന്നതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അതിപ്രശസ്തമായിട്ടുള്ള നോവൽ. ഈ സമീപകാലത്തുണ്ടായിരുന്ന ഒരു പരീക്ഷയിൽ 50 വർഷം തികഞ്ഞ നോവൽ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മയ്യഴിപ്പുഴ തീരങ്ങളിൽ ദാസൻ, ചന്ദ്രിക, ചേക്കുമൂപ്പൻ, ദാവീദ് സായിപ്പ്, കറമ്പിയമ്മ, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതിലെ മുകുന്ദൻ്റെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മുകുന്ദൻ്റെ നോവലാണ്. പിന്നെ വരുന്നതാണ് ചിരസ്മരണ. നിരഞ്ജന, അതിൻ്റെ ശരിക്കുള്ള പേര് കുളകുന്ത് ശിവറാവു എന്നാണ്. കന്നഡ എഴുത്തുകാരനാണ്. അതിലെ കഥാപാത്രങ്ങളാണ് അബൂബക്കർ,
അബൂബക്കർ, അതുപോലെ തന്നെ അപ്പു, ചിരികണ്ഠൻ, കുഞ്ഞമ്പു, ഇതെല്ലാം ഇതിലെ കഥാപാത്രങ്ങളാണ്. മറ്റൊന്നാണ് സ്മാരകശിലകൾ. ഈ ഇതിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്ന 4 യഥാർത്ഥ സംഭവം തന്നെയാണത്. ആ കയ്യൂർ സംഭവം തന്നെയാണ്. ആ കയ്യൂർ സംഭവത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്ന 4 കഥാപാത്രങ്ങളാണ് ഈ അബൂബക്കറും അപ്പു, ചിരികണ്ഠൻ, കുഞ്ഞമ്മൊക്ക. അപ്പോൾ ആ കയ്യൂർ സ്മരണയുടെ പശ്ചാത്തലത്തിൽ ഒരു രചിച്ച, അല്ലെങ്കിൽ അത് ഇതിവൃത്തമായി രചിച്ചൊരു നോവൽ കൂടിയാണത് ചിരസ്മരണ. മറ്റൊരു സ്മാരകശിലകൾ. ഇത് സ്മാരകശിലകളിലെ കഥാപാത്രങ്ങളാണ്. പൂക്കുഞ്ഞി, ബുഹാരി, ആറ്റ ബീബി എല്ലാം സ്മാരകശിലകളിലെ കഥാപാത്രങ്ങളാണ്. ഇത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് ഇത് രചിച്ചത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തൊരു കൃതി കൂടിയാണ് സ്മാരകശിലകൾ. മറ്റൊന്നാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥയും ഈ സമീപകാലത്തുണ്ടായ ഒരു പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. അതിലെ കഥാപാത്രങ്ങളാണ് ശ്രീധരൻ, കൂനൻ വേലു, പാണൻ കണാരൻ, ചന്തോമൻ, അയ്യപ്പൻ മൂത്തോർ. ഇതെല്ലാം ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഒരു ദേശത്തിൻ്റെ കഥ കൂടാതെ ഇതിനോട് സാമ്യം തോന്നിക്കുന്ന മറ്റൊരു നോവലും കൂടി അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഒരു തെരുവിൻ്റെ കഥ എന്നതും എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവൽ തന്നെയാണ്. പിന്നെ വരുന്നതാണ് മഞ്ഞ്. മഞ്ഞ് എം.ഡി. വാസുദേവൻ നായരുടെ നോവലാണ്. എം.ഡി. രചിച്ച ബോധധാര നോവൽ എന്നൊരു ചോദ്യവും അതിനെക്കുറിച്ചുണ്ട്. അത് കൂടാതെ നൈനിറ്റാളാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ കേരളീയ പശ്ചാത്തലത്തിലല്ലാതെ എം.ഡി. രചിച്ച നോവൽ എന്നൊരു ചോദ്യവും മഞ്ഞിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. അതിന് താഴെയുള്ളതാണ് അരനാഴിക നേരം. അരനാഴിക നേരം പാറപ്പുറത്ത് കെ.ഇ. മത്തായി, കുന്നത്ത് ഈശോ മത്തായി എന്നറിയപ്പെടുന്ന കുന്നത്ത് ഈശോ മത്തായിയുടെ, അദ്ദേഹം അറിയപ്പെടുന്നത് പാറപ്പുറത്ത് എന്ന പേരിലാണ്. അതിപ്രശസ്തമായൊരു നോവലാണ്. സിനിമയും അതേ പേരിൽ വന്നിട്ടുള്ളതാണ്. കുഞ്ഞനാച്ചൻ, ദീനാമ്മ അതിലെ കഥാപാത്രമാണ്. കുഞ്ഞനാച്ചനും ദീനാമ്മയും കഥാപാത്രമായ മലയാള നോവൽ എന്നൊക്കെ ചോദ്യം വരുന്നതാണ്. അരനാഴിക നേരത്തിന് ശേഷം വരുന്നതാണ് വേരുകൾ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലാണ് വേരുകൾ. മലയാറ്റൂരിൻ്റെ ആത്മകഥാപരമായ നോവൽ എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ചോദ്യം. ആ നോവൽ ഇതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടൊരു നോവലാണ് വേരുകൾ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ പെരിയാറിൻ്റെ തീരത്തുള്ള ആ സ്ഥലത്ത് തന്നെ നടക്കുന്നൊരു സംഭവമായിട്ടാണിത് വരുന്നത്. രഘു എന്ന IAS ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ ഈ IAS ഓഫീസറുടെ സഹോദരങ്ങളൊക്കെ ഉള്ളൊരു കഥ ഇതിവൃത്തമാണിത് വരുന്നത്. വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. പിന്നെ കയർ വരുന്നത് തകഴിയുടെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവൽ. 1ാമത്തെ നോവൽ അവകാശികളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവൽ. അതുപോലെ തന്നെ പല നൂറ്റാണ്ടുകളുടെ കഥ പറയുന്നൊരു നോവൽ കൂടിയാണ് കയർ. പരമൻ കർത്താവ്, വട്ടത്ര ഗഗറി ഒക്കെയാണ് അതിൽ കഥാപാത്രങ്ങൾ വരുന്നത്. പിന്നെ വരുന്നതാണ് സ്വർഗദൂതൻ. സ്വർഗദൂതൻ്റെ സവിശേഷത മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലാണ് സ്വർഗദൂതൻ. രചിച്ചത് പോഞ്ഞിക്കര റാഫിയാണ്. ബഷീറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ്. അതിലെ കഥാപാത്രമാണ് സൈമൺ എന്നൊരു കഥാപാത്രം വരുന്നത്. പിന്നെ വരുന്നത് പാണ്ഡവപുരം. സേതു എന്നറിയപ്പെടുന്ന സേതുമാധവൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള നോവലാണ് ദേവി. ജാരന്മാരെ കാത്തിരിക്കുന്ന ദേവി എന്നൊരു കഥാപാത്രമാണ് ഇതിൽ വരുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യവും അതിനെ തുടർന്ന് മലയാളത്തിലെ അതിപ്രശസ്തമായ ചില നോവലുകളും കഥാപാത്രങ്ങളും അതിൻ്റെ എഴുത്തുകാരും സവിശേഷതകളുമാണ് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്തത്. ഇനി വരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു ദ്രൗണി എന്ന് സൂചിപ്പിക്കുന്ന ആരെ എന്നുള്ളതായിരുന്നു. ദ്രൗണി, നമുക്കറിയാം ഇത്തരം പേരുകൾ വരുന്നത് പലപ്പോഴും തദ്ധിതം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ഒരു പേരിൽ നിന്ന് മറ്റൊരു പേരുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിശേഷത്തിൽ നിന്ന് മറ്റൊരു പേരുണ്ടാവുക. ഒരു നാമത്തിൽ നിന്നോ വിശേഷത്തിൽ നിന്നുണ്ടാവുന്ന മറ്റൊരു ശബ്ദത്തെ, അല്ലെങ്കിൽ മറ്റൊരു നാമശബ്ദത്തെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ദ്രൗണി, ദ്രോണരുടെ മകൻ എന്നർത്ഥത്തിലാണ് ദ്രൗണി വരുന്നത്. അതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ
അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാശരഥി എന്ന് പറയുമ്പോൾ ദശരഥൻ്റെ പുത്രൻ. സ്വർണമയം, സ്വർണം കൊണ്ടുണ്ടാക്കിയത് സ്വർണമയം. വാർഷികം, വർഷത്തിൽ ഭവിക്കുന്നത് വാർഷികം. ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവൻ ബുദ്ധിമാൻ. മൃദുത്വം, മൃദുത്വം എന്ന് പറഞ്ഞാൽ മൃദുവായിരിക്കുന്നത്, ആ മൃദുവായിരിക്കുന്നതിനെയാണ് മൃദുത്വം എന്ന് പറയുന്നത്. വൈയാകരണൻ, വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്നൊക്കെ അല്ലാത്ത രീതിയിലും ചോദിക്കാറുണ്ട്. ഇതെല്ലാം തദ്ധിതമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ചോദിക്കാറുണ്ട്. ഇതുപോലത്തെ ധാരാളം വാക്കുകളുണ്ട്. ഭൈമി, ഭീമൻ്റെ മകൾ ഭൈമി, ജനകൻ്റെ മകൾ ജാനകി, മിഥിലയിൽ ജനിച്ചവൾ മൈഥിലി, ഇതെല്ലാം ഇതുപോലുള്ള വരുന്ന പദങ്ങളാണ്. അടുത്തത് ചേർത്തെഴുതുക, പിരിച്ചെഴുതുക പോലുള്ള ചോദ്യങ്ങളാണ്. അതിലുണ്ടായിരുന്നൊരു ചോദ്യമാണിത്. ഇത് സന്ധിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ചില സന്ധികളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം വർണ്ണങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത്. ഇത് ചിത്മുദ്ര, ചിത്മുദ്ര ചിന്മുദ്രയായിട്ട് മാറുകയാണ്. ചിന്മുദ്രയായിട്ടത് മാറുകയാണ്. അവിടെ മാ അനുനാസികമായതുകൊണ്ട് വർഗാക്ഷരമായ തായുടെ അനുനാസികമായ ന അവിടെ വരികയാണ്. തായ്ക്ക് താ മാറിക്കൊണ്ട് അവിടെ നകാരം ആദേശിച്ചുകൊണ്ടാണ് ചിന്മുദ്രയായിട്ട് മാറുന്നത്. അതിന് താഴെ കൊടുത്തിട്ടുള്ള എല്ലാം ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നിയമം അനുസരിച്ചിട്ടാണ് ഉത്തരപദം തുടങ്ങുന്നത്. അനുനാസികത്തിലാവുന്ന ആയതുകൊണ്ട് പൂർവ്വപദം അവസാനിക്കുന്ന വർഗാക്ഷരത്തിൻ്റെ അനുനാസികം, ആ വർഗാക്ഷരം മാറിക്കൊണ്ട് അതിൻ്റെ അനുനാസികം അവിടെ ആദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിത്മയം അതുപോലെ തന്നെയാണ്. ചിത്മയം, ആ തായ്ക്ക് പകരം തായ്ധ ധായിധ ന, ആ ന വരുന്നതുകൊണ്ടത് ചിന്മയമായിട്ട് മാറുകയാണ്. സത്മയം സന്മയമായിട്ട് മാറുകയാണ്. അപ്മയം അമ്മയം ആയിട്ട് മാറുകയാണ്. പായുടെ അനുനാസികമായിട്ടാണ് പാ ഫ ബാ ഫ മ, മാ തന്നെ അവിടെ വരികയാണ് ചെയ്യുന്നത്. ഉത്നമ്രം ഉന്നമ്രമായിട്ട് മാറുകയാണ്. ഉന്മാദം ഉന്മാദമായിട്ട് മാറുകയാണ്. ഉദ്നിദ്രം ഉന്നിദ്രമായിട്ട് മാറുകയാണ്. ദിഗ്നാഗം ദിഗ്നാഗമായിട്ട് മാറുകയാണ്. ഇവിടെ കായുടെ അനുനാസികമായിട്ട് കായിക ഗായിക ങ വരെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചിത്മുദ്ര എന്നൊരു ചോദ്യത്തിനെ അടിസ്ഥാനമാക്കി അതുപോലെ ആ വിഭാഗത്തിൽ ഉള്ള മറ്റ് അതേ നിയമം അനുസരിച്ച് വരുന്ന കുറച്ച് പദങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഇനി വിഗ്രഹാർത്ഥം കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. സമാസം തന്നെയാണ്, വിഗ്രഹിച്ച് സമാസം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പിഞ്ഞാണവർണ്ണം, പിഞ്ഞാണവും വർണ്ണവും, പിഞ്ഞാണത്തിൻ്റെ വർണ്ണം, പിഞ്ഞാണം പോലുള്ള വർണ്ണം, പിഞ്ഞാണത്തിലെ വർണ്ണം. നമ്മുടെ മലയാള ജാലകത്തിൻ്റെ സമാസമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് ഉത്തരമായിട്ട് വരുന്നത്. പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണ വർണ്ണം എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായ പരീക്ഷയിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി താഴെ കൊടുക്കുകയാണ്. വാഗർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കും അർത്ഥവുമാണ്. വാഗർത്ഥം കാളിദാസൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു പ്രയോഗമാണത് വാഗർത്ഥം. അതുപോലെ തന്നെ സ്വർണ്ണവർണ്ണമരയന്നം, സ്വർണത്തിൻ്റെ വർണ്ണമുള്ള അരയന്നം. അപ്പോൾ അവിടെ ഓപ്ഷനിൽ സ്വർണവും വർണ്ണമുള്ള അരയാനും അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ശരിയായ ഉത്തരം ഇതാണത്. സ്വർണത്തിൻ്റെ വർണ്ണമുള്ള അരയന്നമാണ് വിഗ്രഹാർത്ഥം ശരിയായിട്ട് വരുന്നത്. പിന്നെ അത് സമാസത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളവിടെ ഏത് പ്രത്യയമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ സമാസം നിർണ്ണയിക്കുന്നത്. അത് സമാസത്തിൻ്റെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ടത് പറയുന്നുണ്ട്. അഞ്ചാറ്, അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ, അതാണ് അഞ്ചാറ് എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ. ഇപ്പോൾ രണ്ട് പദത്തിനും തുല്യ പ്രാധാന്യം വരുന്നൊരു വിഭാഗത്തിലാണ് വരുന്നത്. ഇതൊന്ന സമാസത്തിൻ്റെ വിഭാഗത്തിലാണ് സമാസമായിട്ട് വരുമ്പോൾ. പ്രിയ ജനവിരഹം, പ്രിയ ജനങ്ങളുടെ വിരഹം, തൽപുരുഷനിൽ സംബന്ധിയിൽ വരുന്നൊരു പദമാണത്. പ്രിയജനവിരഹം, പ്രിയജനങ്ങളുടെ വിരഹം. അതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണത്. വ്യത്യസ്തമായ അർത്ഥം നൽകുന്ന പദം കണ്ടെത്തുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ അർത്ഥം നൽകുന്ന പദം കണ്ടെത്തുക. ഇവിടെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പദങ്ങളുടെ വിഗ്രഹാർത്ഥം കണ്ടെത്തുമ്പോൾ, ആ വിഗ്രഹാർത്ഥം കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യയമോ അല്ലെങ്കിൽ ആ വിഗ്രഹാർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി അറിയാം. ശരീരാധ്വാനം, ശരീരാധ്വാനം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഉള്ള അധ്വാനമാണ് വരുന്നത്. ശരീരം കൊണ്ട് ഉള്ള അധ്വാനമാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ശരീരപ്രകൃതി, എല്ലാ പദങ്ങളും ഒരേപോലെ തോന്നും, പക്ഷേ അതിൻ്റെ വിഗ്രഹാർത്ഥം കണ്ടെത്തുമ്പോൾ ഒരു പദം വ്യത്യസ്തം ഉണ്ടായിരിക്കും. ഇതും നേരത്തെ ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണിത്.
ശരീരപ്രകൃതി ശരീരത്തിൻ്റെ പ്രകൃതിയാണ്. അവിടെ നേരത്തെ നമ്മൾ ആദ്യം കണ്ടത് ശരീരം കൊണ്ട് ഉള്ള അധ്യാനമാണ്, ഇവിടെ ശരീരത്തിൻ്റെയാണ്. അപ്പോൾ അവിടെ സമാസമായിട്ടാണ് അത് വരുന്നതെങ്കിൽ കൊണ്ട് എന്നുള്ളത് ഗതി എന്ന ദ്യോതകത്തിൽ വരും. അപ്പം അത് തൽപുരുഷന് തന്നെ വരുന്നതാണത്. അപ്പോൾ അത് ഗതി തൽപുരുഷൻ വരും. അത് ഇവിടെ വരുമ്പോൾ ൻ്റെ വരുന്നതുകൊണ്ട് വിഭക്തിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അത് സമാസത്തിൻ്റെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അത് സംബന്ധിക തൽപുരുഷനാണത് വരുന്നത് ശരീരത്തിൻ്റെ. ബാക്കി മൂന്നും അങ്ങനെയാണ് വരുന്നത്. ശരീര സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം, ശരീരകാന്തി ശരീരത്തിൻ്റെ കാന്തി. താഴെയുള്ള 3 ഓപ്ഷനുകളും ശരീരത്തിൻ്റെ എന്ന് വരുമ്പോൾ ആദ്യത്തേത് മാത്രം ശരീരം കൊണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് എന്നുള്ളത് ഗതി ദ്യോതകത്തിലെ ഗതി എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. ഇവിടെ അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 4 പദങ്ങളും വിഗ്രഹിക്കുമ്പോൾ ഒരു പദം വിഗ്രഹിക്കുന്നതിൻ്റെ ഇത് മാറ്റം വരുന്നുണ്ട്. പദശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. സമീപകാലത്തെ പരീക്ഷകളിലെല്ലാം കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് പദശുദ്ധി. പദശുദ്ധിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് പരിചയിച്ചിട്ടുള്ളതായിരിക്കില്ല ശരിക്കൊരു പദത്തിൻ്റെ ശരിയായ രൂപം. അപ്പോൾ അതൊന്ന് പുസ്തകങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അല്ലെങ്കിൽ അത് പത്രങ്ങളോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പറയുന്നത് പലപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. ഇവിടെ വന്നിരിക്കുന്നത് അധിഷ്ഠിതം. ആ ഷ്ഠിതം എന്നുള്ളിടത്തുള്ള വ്യത്യാസമാണ് ആ ഢായും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതിൽ ആ തെറ്റെന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ആദ്യത്തെ പദങ്ങളെല്ലാം തെറ്റും. അതിൻ്റെ ശരിയായ രൂപങ്ങളാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അനുഗ്രഹീതൻ എന്നുള്ള അനുഗ്രഹീതനാണ്. അഭ്യസ്ത വിദ്യൻ രണ്ടും ഒരേപോലെ ശബ്ദസാമ്യം തോന്നുമെങ്കിലും താ എന്നുള്ളത് വ്യത്യാസം വരുന്നുണ്ട്. എഴുന്നള്ളുക എന്നാണ് പറയുന്നത്, ശരിക്കത് എഴുന്നള്ളുക എന്നാണ് ശരിയായിട്ട് വരുന്നത്. കുടിശിഖ എന്നുള്ളത് കുടിശികയാണ്. കനിഷ്ഠൻ അവിടെ ഷ്ഠ എന്നുള്ളത് വ്യത്യാസം വരുന്നുണ്ട്. കവയിത്രി അത് കവയിത്രിയാണ് വരുന്നത്. ഈ കവയിത്രി എന്നുള്ള പദം ഈ 3 മാസങ്ങൾക്ക് ഒരു 3ഓ 4ഓ പരീക്ഷയിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. ശരിയായ പദം എന്ന നിലയിലും അല്ലാത്ത രീതിയിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു പദമാണ് കവയിത്രി. ജീവശവമായിട്ടാണ് മാറുന്നത്. നിഘണ്ടുവിൻ്റെയും ശരിയായ രൂപം ഇതാണ്. മറ്റൊന്ന് കല്യാണം എന്നൊക്കെ ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കിയാൽ മനസ്സിലാകും. കല്യാണം ശരിയെന്ന് എഴുതിയേക്കണം, അവിടെ ശരി വരുന്നത്. പ്രവൃത്തി എന്നാണ് ശരിയായി വരുന്നത്. പ്രവൃത്തിയാണ് ശരി. അന്തഛിദ്രം എന്നാൽ അന്തഛിദ്രമാണ് വരുന്നത്. പിന്നെ താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചൂടാമണിക്ക് അവിടെ ആ ഢ ശ്രദ്ധിക്കുക. ദൈവികത്തിൻ്റെ തെറ്റ് വരുന്ന എപ്പോഴും പ്രത്യയം ഇകമാണ് പ്രത്യയം വരുന്നത്. പലപ്പോഴും അത് ഓപ്ഷനിൽ ഈകം എന്ന പ്രത്യയം വരും. ലൗകീകം അങ്ങനെ ഈകം എന്ന പ്രത്യയം ഇല്ല. ഈയം എന്ന പ്രത്യയമുണ്ട്. അതാണ് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന ആത്മീയം, രാഷ്ട്രീയം, ദേശീയം. അത് ഈയം എന്ന പ്രത്യയത്തിൻ്റെയാണ് വരുന്നത്. സ്നിഗ്ധമാണ്, സന്നിഗ്ധമല്ല സ്നിഗ്ധം. പ്രാരബ്ധം ഈ അടുത്ത പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്. പ്രാരാബ്ധം എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, പക്ഷേ പ്രാരബ്ധം ആണ് ശരി. ഭോഷത്വം പോലുള്ള പദങ്ങളുടെ പ്രത്യേകത നേരത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തം എന്ന പ്രത്യയം മലയാള പദങ്ങൾക്കും ത്വം എന്ന പ്രത്യയം സംസ്കൃത പദങ്ങൾക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുമതല ബോധം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ചുമതലാബോധം അതാണ് ദീർഘിപ്പിക്കുന്നിടത്ത് ചില പദങ്ങൾക്ക് നമ്മൾ ദീർഘിപ്പിക്കാറില്ല. അതുപോലെ തന്നെ ദീർഘിപ്പിക്കാൻ വേണ്ട സ്ഥലത്ത് ദീർഘിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു പതിവ് സംസാരത്തിലുള്ളൊരു വ്യവഹാര ഭാഷയുള്ളൊരു രീതിയാണത്. അതും സാധാരണ നമുക്ക് ഇതുപോലെ ശരിയായ പദം എന്നുള്ള രീതിയിൽ വരുന്നൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ലോകത്രയങ്ങൾ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത് വേണ്ട, ലോകത്രയം മതി. അതുപോലെ മലയാളത്തിൽ 2 കവിത്രയങ്ങളുണ്ടെന്നൊക്കെ ചില വാക്യത്തിൽ തെറ്റായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കവിത്രയം എന്നാണ് അതിൻ്റെ ശരിയായ രൂപം. യുവമിഥുനങ്ങളെന്ന് കാണാറുണ്ട്. അത് വേണ്ട, മിഥുനം എന്ന് പറയുമ്പോൾ തന്നെ ഇണ അർത്ഥം വരുന്നുണ്ട്. ജ്യോത്സ്യൻ അവിടെ എന്ന് മാത്രം ഉണ്ടാവുള്ളൂ. ജ്യോൽ വേണം ശരിക്കത് ജ്യോത്സ്യൻ എന്നുള്ളതിന്. അടിമത്തത്തിന് തം പ്രത്യയമാണ്. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണത്. അടിമത്തമാണ്, അടിമത്വമല്ല. മലയാള പദമായതുകൊണ്ട് തം പ്രത്യയമാണ് വരുന്നത്. കർക്കിടകം എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. കർക്കടകമാണ്. അതുപോലെ കർത്തൃത്വം, ദേവത്വം, നരത്വം, ജനകത്വം, പിതൃത്വം, വ്യക്തിത്വം ഇതെല്ലാം
സംസ്കൃത പദങ്ങളാണ്. അതുകൊണ്ടാണ് ത്വം പ്രത്യയം വന്നിരിക്കുന്നത്. ആ കർക്കടകം കഴിഞ്ഞിട്ടുള്ള എല്ലാ പദങ്ങളും സംസ്കൃത പദങ്ങളായതുകൊണ്ടാണ് ത്വം എന്ന പ്രത്യയം വന്നിരിക്കുന്നത്. ആ ഭോഷത്ത അടിമത്തം മേലെയുള്ള അതൊക്കെ വിഡ്ഢിത്തം ഇതൊക്കെ നമുക്ക് മലയാള പദങ്ങളാണ്. അതുകൊണ്ടാണ് തം എന്ന് വരുന്നത്. അപ്പോൾ മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും അതിൻ്റെ വിഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യയത്തിൻ്റെ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഇതിലേക്ക് വരാം. അടുത്തത് സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. വിൺ പ്ലസ് തലം, വിൺജലം. ഇത് സന്ധിയുടെ നമ്മുടെ മലയാള ജാലകത്തിൻ്റെ സന്ധിയുടെ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഉദാഹരണങ്ങളുള്ളതാണ്. എങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അല്ലാതെ തന്നെ ആർക്കെങ്കിലും ഈ സന്ധിയുടെ ഏത് നിയമം അനുസരിച്ച് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് വിശദമായിട്ടത് ഉത്തരം തരാത്. അപ്പോൾ ഇവിടെ വിൺ പ്ലസ് തലം, വിൺതലം. അവിടെ ആ താ പോയിട്ട് അവിടെ ഡാ വരെയാണ് ചെയ്യുന്നത്. അതിന് കാരണം ആ വിൺ എന്ന് പറയുമ്പോൾ നാ എന്നുള്ളത് ഡവർഗവും തവർഗവും തമ്മിൽ ചേരുമ്പോൾ തവർഗം പോയിട്ട് അവിടെ ഡവർഗം വരികയാണ് ചെയ്യുന്നത്, ആദേശിക്കുകയാണ് ചെയ്യുന്നത്. ആദേശസന്ധിയാണത്. തണ്ടാർ അവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. തൺ പ്ലസ് താർ, തണ്ടാർ. അവിടെ തവർഗം പോയിട്ട് ന ഡവർഗമായതുകൊണ്ട് അവിടെ ഡായാണ് വരുന്നത്, തണ്ടാറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കൺ പ്ലസ് തു, അതും ഒരേ ഇതിൽ തന്നെ വിഭാഗത്തിൽ വരുന്ന പദങ്ങൾ തന്നെയാണത്. കൺ പ്ലസ് തു, കണ്ടു. തവർഗം പോയിട്ടവിടെ ഡവർഗം വരെയാണ് ചെയ്യുന്നത്. അതിന് താഴെ വരുന്നത് കൺ പ്ലസ് നീർ. ഇതും നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. കൺ പ്ലസ് നീർ, കണ്ണീർ. വെൾ പ്ലസ് മ, വെൾമ, വെണ്മ, വെണ്മയായിട്ട് വരെയാണ്. അതുപോലെ ഉൾ പ്ലസ് മ ഉണ്ട്, അത് ഉണ്മ ആയിട്ട് വരെയാണ്. എൻ പ്ലസ് 100, എൻ പ്ലസ് 100 800 വരെയാണ്. ഇതെല്ലാം ആദേശസന്ധി തന്നെയാണ്. കണ്ണീറും 800 ഒരു നിയമമാണ്, വെൾമ മറ്റൊരു നിയമമാണ്. അതിന് താഴെ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനിലായിരുന്ന മറ്റൊരു അതിലെ ചോദ്യം ഇതായിരുന്നു, ആദേശസന്ധിക്ക് ഉദാഹരണം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അതിന് താഴെ ഉണ്ടായിരുന്ന ആ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പദമായിരുന്നു തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ടെന്നുള്ളത് തണുപ്പുണ്ട്. അത് സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നുണ്ട്, ലോപസന്ധിയാണ്. അപ്പോൾ 800 വരെയുള്ള നമ്മൾ മേലെ കൊടുത്തിരിക്കുന്ന എല്ലാം ആദേശസന്ധിയും താഴെ കൊടുത്തിരിക്കുന്ന തണുപ്പ് അധികമുണ്ട്, തണുപ്പുണ്ട്. 100 അധികം 1000, 100,000. 2 അധികം ഇടങ്ങഴി, 2 ഇടങ്ങഴി. ഇഞ്ച് അധികം ഇഞ്ചി, ഇഞ്ച്, ഇഞ്ചി. ഇതെല്ലാം ലോപസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ നിയമം സമൃദ്ധോകാരത്തിന് ശേഷം സ്വരം വരുന്നതുകൊണ്ട് സമൃദ്ധോകാരം ലോപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ധാരാളം പദങ്ങൾ ആ രീതിയിലുണ്ട്. സമൃദ്ധോകാരം ലോപിച്ചു പോകുന്ന ധാരാളം പദങ്ങൾ ഉണ്ട്. ആ ചോദ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു ഉദാഹരണമായിരുന്നു തീ അധികം കാറ്റ്, തീക്കാറ്റ്. ഇത് ദ്വിത്വസന്ധിയാണിത്. പൂ അധികം കൂട, പൂക്കൂട. തീക്കാറ്റായിരുന്നു ഓപ്ഷനുണ്ടായിരുന്നത്. അതേ രീതിയിൽ വരുന്ന കുറച്ച് പദങ്ങളും കൂടി ഉദാഹരണം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ അധികം മാതിരി, ഇമ്മാതിരി. എൻ അധികം എ, എന്നെ. എൺ അധികം 1000, 8000. ഇതൊക്കെ ദ്വിത്വസന്ധിയാണിത്. ദ്വിത്വസന്ധിയിൽ ഉദാഹരണങ്ങളാണ്. അതിൽ തീക്കാറ്റ്, പൂക്കൂട, ഇമ്മാതിരി ഇതെല്ലാം ഒരു ദ്വിത്വസന്ധിയിൽ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്, ഒരേ നിയമം അനുസരിച്ച് വരുന്നതാണ്. എന്നെ, 8000, മുന്നറിയിപ്പ്, നിന്നെ പോലുള്ള പദങ്ങളുണ്ട്. അത് മറ്റൊരു നിയമമായിട്ടത് വരുന്നതാണത്. പൂർവ്വപദത്തിൽ അനുനാസികം ഇരട്ടിക്കുന്നത്. ഏതായാലും എല്ലാം ഇരട്ടിക്കുന്നതുകൊണ്ട് ദ്വിത്വസന്ധി തന്നെയാണ്. തീക്കാറ്റ് മുതൽ താഴേക്കുള്ള 5 പദങ്ങൾ, 8000 വരെയുള്ള 5 പദങ്ങൾ ദ്വിത്വസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. അതിന് താഴെയാണ് തിരു പ്ലസ് ആതിര, തിരുവാതിര, തിരു പ്ലസ് ഓണം. ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക്. തിരുവുത്സവം, ഇതെല്ലാം ആഗമസന്ധിയാണ്. ഇവിടെ ഒരു പ്രകടമായൊരു കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്, തിരു എന്ന വിശേഷത്തിന് ശേഷം സ്വരം വരുന്നത് മിക്കവാറും ആഗമസന്ധി ആയിരിക്കും. അത് തിരുവാതിര, തിരു ഓണം, തിരുവുത്സവം, തിരു പ്ലസ് അനന്തപുരം, തിരു പ്ലസ് അമ്പാടി, തിരു പ്ലസ് അത്താഴം, അങ്ങനെയൊക്കെ വരുന്നത് ആഗമസന്ധിയാണ്. തിരു എന്ന വിശേഷത്തിന് ശേഷം വ്യഞ്ജനമാണ് വരുന്നതെങ്കിൽ, ദൃഢവ്യഞ്ജനങ്ങൾ, ശിഥിലവ്യഞ്ജനങ്ങളല്ല, ദൃഢവ്യഞ്ജനങ്ങളാണ് വരുന്നതെങ്കിൽ അത് ആദേശസന്ധിയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ആ രണ്ടും സ്ഥലത്തുള്ള വ്യത്യാസം നോക്കി അറിയാൻ പറ്റും. തിരു അധികം കൈ, തൃക്കൈ. തിരു അധികം പാദം, തൃപ്പാദം. തിരു അധികം ചേവടി, ചേവടി എന്ന് പറഞ്ഞാൽ പാദം തന്നെയാണ്, തൃച്ചേവടി. തിരു അധികം കണ്ണ്, തൃക്കണ്ണ്.
ഇതൊക്കെ ആദേശത്തിന് ഉദാഹരണമായിട്ടാണ്. ഇപ്പോൾ തിരുവെന്ന വിശേഷണത്തിന് ശേഷം സ്വരം വരുന്ന പദങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് ആഗമസന്ധിയിലെ ഉദാഹരണങ്ങളായിട്ടാണ്. തിരുവെന്ന വിശേഷണത്തിന് ശേഷം ദൃഢ വ്യഞ്ജനങ്ങൾ വരുന്നതെല്ലാം ആദേശസന്ധി തിരുവെന്നുള്ളത് തൃ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നാണ് തദ്ധിതം. തദ്ധിതം നേരത്തെ സൂചിപ്പിച്ചാണ്. തദ്ധിതം എന്ന് പറയുന്നത് തദ് ഹിതം എന്നാണ് അതിനെ പിരിച്ചെഴുതുമ്പോൾ വരുന്നത്. നാമങ്ങളിൽ നിന്നോ ഭേദങ്ങളിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു ശബ്ദം കൂടുതലും നാമങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നാമങ്ങളിൽ നിന്നോ ഭേദങ്ങളിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു ശബ്ദത്തെയാണ് അല്ലെങ്കിൽ മറ്റൊരു നാമശബ്ദത്തെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. 4 രീതിയിൽ വരുന്നുണ്ട്. തന്മാത്ര തദ്ധിതം. ഒന്നാമത്തെ തന്മാത്ര തദ്ധിതമാണ്. തന്മാത്ര തദ്ധിതത്തിലെ പ്രത്യയങ്ങൾ തം, ത്വം, തരം, തനം, മാ ഇതൊക്കെയാണ്. പുതു, പുതുമ, പഴയത്, പഴമ, നൽ, നന്മ, വെണ്മ, മടയൻ, മടയത്തം, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇതും നമ്മൾ ചെയ്തിട്ടുള്ള മലയാള ജാലകത്തിൻ്റെ തന്നെ തദ്ധിതം എന്നൊരു ഭാഗത്തിൽ അതിൻ്റെ ആ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. തദ്ധിതത്തിൻ്റെ 4 വിഭാഗം ഉണ്ടായാൽ രണ്ടാമത്തേതാണ് തദ്ധിതം. അതിൻ്റെ നിർവചനമാണ് അതുള്ളത്, അവിടെയുള്ളത് എന്നീ അർത്ഥങ്ങളിൽ അൻ പ്രത്യയമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് അൻ വരുന്നുണ്ട്. ചിലയിടത്തത് അതിൻ്റെ സ്ത്രീലിംഗത്തിൽ അത് ഈ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ തെക്കൻ അവിടെയൊക്കെ അങ്ങനെ വരില്ല. പാലക്കാടൻ. കറുമ്പൻ എന്നുള്ളത് കറുമ്പി വരാറുണ്ട്. കൂനലുള്ളത് കൂനി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഈ വെച്ചും ചില പദങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ, പാലക്കാടൻ, കറുമ്പൻ, മൂപ്പൻ, കൂനൻ, മടിയൻ, നരയൻ ഇതെല്ലാം തദ്ധിതത്തിന് ഉദാഹരണങ്ങളാണ്. നിർവചനം അതുള്ളത്, അവിടെയുള്ളത് എന്നീ അർത്ഥങ്ങളിൽ അൻ പ്രത്യയമായിട്ട് വരുന്നതാണ്. തദ്ധിതത്തിലെ 3ാമത്തെ വിഭാഗമാണ് നാമനിർമ്മായി തദ്ധിതം. അൻ, അൾ, ത് എന്നിവയാണ് അതിൽ വരുന്നത്. അവിടെ അൻ, അൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെയും പേരച്ചത്തോടും സംബന്ധിക വിഭക്തിയോടും ആധാരിക ആവാസത്തോടും ചേർന്നുകൊണ്ടാണത് വരുന്നത്. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങളാണ് കാണുന്നവൾ, എൻ്റേത്, ഇന്നത്തേവൻ, ഇങ്ങനെയെല്ലാം ഇതിൻ്റെ 3 ഉദാഹരണങ്ങളാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് തദ്ധിതത്തിൻ്റെ ക്ലാസ്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തേതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് പൂരണി തദ്ധിതം. സംഖ്യാനാമത്തോട് ആം എന്ന പ്രത്യയം ചേർത്ത് വരെയാണ്. 1-ാം, 2-ാം, 10-ാം അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്നതാണ് പൂരണി തദ്ധിതം എന്ന് പറയുന്നത്. അപ്പോൾ 4 വിഭാഗങ്ങൾ തദ്ധിതത്തിൽ വരുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും അടുത്ത കാലത്തുണ്ടായിരുന്ന തിരുവനന്തപുരം LDC, ഖാദി ബോർഡ് തുടങ്ങിയ പരീക്ഷകളിലെ മലയാള വിഭാഗത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മലയാളം ചോദ്യങ്ങളിലുണ്ടായിരുന്ന പ്രധാന ചോദ്യങ്ങൾ, സന്ധി, അതുപോലെ തന്നെ സമാസം, തദ്ധിതം, കഥാപാത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ലാസ് മെച്ചപ്പെടുത്തുവാനുള്ള മറ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. ഇതുപോലെ മലയാളത്തെ അടിസ്ഥാനമാക്കി സമീപകാലത്തും മുൻ വർഷങ്ങളുണ്ടായിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും മലയാളത്തിലെ വ്യാകരണ വിഭാഗങ്ങളും മറ്റെല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായ രീതിയിലുള്ള മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.